അതല്ലേ കർത്താവ് സഹായിക്കും. സ്വതന്ത്രം ഞാൻ പറഞ്ഞത് നമ്മളെ എപ്പോഴും ദൈവത്തിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. നമുക്ക് ചെറിയൊരു ആഴ്ചയോട് ചിലപ്പോൾ പറയുന്നത് പോലെ ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം തന്നു. ഇനി നമുക്ക് ഓടാനുള്ള ദൈവം നമുക്ക് സമയം തന്നിരിക്കുക. ഹല്ലേലൂയ. അതിനുള്ള ഉത്തേജനമായിട്ടാണ് ഇന്നലെ കർത്താവിന്റെ ദാസൻ അപ്രതീക്ഷിതമായി നമ്മൾ വിചാരിച്ചിരുന്നത്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ പ്രത്യാശ കണ്ടപ്പോൾ എനിക്ക് പക്ഷെ ഒരു ദൈവവൈദ്യന്റെ അതാത് സമയം ദൈവം തന്റെ വചനം പറഞ്ഞ് തന്റെ വ്യക്തികളെ പറഞ്ഞ് ആ കണ്ടതിനെ ദൈവം ഉറപ്പിക്കും. നമ്മുടെ ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ശുശ്രൂഷ കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവം നമ്മളെ വിളിക്കും. അതിന് ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അയ്യോ എൻ്റെ ഭാര്യ പോയി, എൻ്റെ ഭർത്താവ് പോയി എന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് കരയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നലെ കേട്ടതുപോലെ പഴയ നിയമത്തിലുണ്ടായിരുന്നു മരണസമയം കഴിയുമ്പോൾ വിലാപം കഴിയുന്ന ഇത്ര ദിവസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കേട്ടതുപോലെ തൻ്റെ ഭക്തനെ അങ്ങ് നേരത്തെ വിളിക്കുന്ന വിചാരിച്ചാൽ മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചാടിപ്പിടിച്ച് പോകുമെന്ന് വേണ്ട. കർത്താവ് പറയുന്ന സമയത്ത് അതായത് എനിക്ക് ആവേശം വരും നമ്മൾ ജാഗ്രത പോകുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തുവിൽ നമ്മുടെ പ്രത്യാശ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നല്ല ജമ്പ് ചെയ്തിരിക്കണം വേണ്ടി ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം അറിയാം? ആ കർത്താവ് എത്ര വയസ്സിലാണ് നമുക്ക് ചോരാതെ? കർത്താവ് നമ്മുടെ പാപങ്ങളെ കഴുകി എത്രാമത്തെ വയസ്സിലായി? 33 years, 33.5 years. നല്ലൊരു യൗവന പ്രായത്തിൽ വരും. നമ്മുടെ കർത്താവ് ഒരു വൃദ്ധനായിട്ട് തല്ലിപ്പൊന്ന് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ രക്തമെല്ലാം കാണുന്നു? ഒന്നും കാണുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് രക്തം തന്നെങ്കിൽ ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ മൊത്തം കഴുകിയില്ലേ? എന്തെങ്കിലും പാപത്തിന്റെ എന്തെങ്കിലും കഴുകാനുണ്ടോ? ഇല്ലേ ഇന്ന് വാക്കാറുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് യേശുവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. പാപം വെച്ചുകൊണ്ട് നടക്കരുത്. നടന്ന വലിയ പ്രശ്നം വരും. വായിച്ച എബ്രായലേഖനം 12-ാം അധ്യായം അതിന്റെ വായിച്ച് സകല ഭാരവും ആകെ സാക്ഷികൾ 12-ന് ഒന്നോട്ട് കടന്നു വായിച്ച് ഹീബ്രു ചാപ്റ്റർ 12:1. ദൈവങ്ങളെ നമുക്ക് ഓടാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എഴുതണം. സകല ഭാരവും വിടണം. ലോകത്തിൽ എന്തെങ്കിലും ഭാരം പിടിച്ച് നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് സഭയോട് പറയുന്ന ദൂതാണ് ഇത് വിടണം. ഇത് വിട്ടില്ലെങ്കിൽ അവിടെ കിട്ടത്തില്ല. ഞാൻ ഇവിടെ ദൈവത്തിന് വായിച്ചപ്പോൾ ഞാൻ അവിടെ എന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് തന്നൊരു കാര്യമാണ്. പരീക്ഷന്മാര് ജീരകത്തിനകത്ത് നമ്മൾ പതാരം കൊടുക്കും. ദൈവം നമുക്ക് അനുഭവിക്കാൻ ഈ ഭൂമി തന്ന ജീരകമായാലും ചതക്കുപ്പയായാലും ഉള്ളിയായാലും എന്ത് സാധനമായാലും പരീക്ഷന് അതിനകത്ത് വരെ പതാരം കൊടുക്കുമായിരുന്നു. എന്നാൽ കർത്താവോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ വാക്യം പെട്ടെന്ന് വായിച്ച് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിച്ച് എല്ലാവരും ബൈബിൾ തുറന്ന് വായിച്ച് കൊണ്ടുവന്നവരൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 20. ആരാ ഇത് പറഞ്ഞത്? നമ്മൾ എവിടെ പോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്? സ്വർഗത്തിൽ പോകണം. നമ്മളെല്ലാം സ്വർഗത്തിൽ പോകാൻ ഇറങ്ങി തിരിച്ചില്ല, അവിടെ ചെല്ലണ്ടേ? അങ്ങനെയെങ്കിൽ ഈ പരീക്ഷന്മാര് ജീരകം കുമിക്സ് നമ്മൾ പറയുന്നില്ലേ വീട്ടിലില്ലേ സാധനം, ആ സാധനത്തിന് പോലും അവര് ദൈവത്തോട് കണക്ക് കൊടുക്കുന്നവരായിരുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുന്ന അവരുടെ നീതിയെ നിങ്ങൾ കവിയണം. അവര് ചെയ്തതിനും ഓവറായിട്ട് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം വായിച്ചേ. മാത്യു ചാപ്റ്റർ 23 വേഴ്സ് 23. 23-ന്റെ 23. മത്തായി സുവിശേഷം 23-ന്റെ 23. കഷ്ടം. ഈ രണ്ട് കാര്യം ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്തു, അതിനെല്ലാം കൊടുക്കണം. അതിന്റെ താഴെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇതിന്റെ കൂടെ ചെയ്തെന്ന് പറഞ്ഞു. ഇതാ കർത്താവ് പറഞ്ഞ ഇത് നിങ്ങൾ കവിയണം. ഹല്ലേലൂയ. ദൈവങ്ങളെ നമ്മൾ ഇറങ്ങി തിരിച്ചത് അതിനു വേണ്ടിയാ. ദൈവരാജ്യത്തിൽ എത്തപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചത്. നമ്മൾ അതിനെ കഠിനം. കർത്താവിന്റെ വരവ് ഏറ്റവും അവസാനമായി വിത്തിൻ സെക്കൻഡ് ഒന്ന് കുലുങ്ങിയപ്പോഴല്ല വിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ വായിപ്പിച്ച വേദഭാഗം ഒന്നുമില്ലാതെ ഓടുന്ന ഒരു അവസ്ഥ വരും. ദൈവമക്കളെ നമ്മൾ വളരെ പ്രാർത്ഥനയോടിരിക്കണം. കർത്താവ് പാപം എവിടെ വർദ്ധിക്കുന്നോ, പാപത്തിന്റെ ക്ലൈമാക്സ് വർദ്ധിക്കുന്ന ദൈവം ഒന്ന് കുലുക്കും. ദൈവം ഒത്തിരി നാളൊന്നും കണ്ടോണ്ട് നിൽക്കത്തില്ല. ഹല്ലേലൂയ.
ഇന്നും അറിയാം ആ ചാവുകളില് ദൈവം വർഷിപ്പിച്ചതാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ വരുമ്പോൾ കൃപായുഗമായതുകൊണ്ട് ദൈവം പെട്ടെന്ന് അങ്ങനെ തീർക്കത്തില്ല. ചിലരുടെ പെട്ടകത്തിൽ കയറാൻ ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുന്നു. നോഹ പെട്ടകം പണിയുന്ന സമയം ദീർഘക്ഷമയോടെ ഇരുന്ന് തടവുകാരോട് സുവിശേഷം അറിയിച്ച് നമ്മൾ വായിക്കുന്നത് പോലെ ഇതുപോൽക്കാലം പ്രിയപ്പെട്ടവരെ, ചില തടവുകാരെ വിടുവിപ്പാൻ, ബന്ധനസ്ഥരെ വിടുവിപ്പാൻ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ തന്നിട്ടുണ്ടെങ്കിൽ ചിലരെ കുണ്ടറയിൽ മൂടിക്കണം. കൊല്ലത്തെ കുണ്ടറയല്ല, പാപത്തിന്റെ കുണ്ടറയിൽ കിടക്കുന്നവരെ വിടുവിപ്പാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇത്രയും പേര് മതി. ഹല്ലേലൂയ. പക്ഷെ പ്രമാണം അനുസരിച്ച് നിൽക്കുന്നവരെ കൊണ്ട് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇവരോട് ദൈവം പറഞ്ഞ ആൾ കൂടുതലാണ്, യുദ്ധത്തിന് പോകാൻ വേണ്ട. പക്ഷെ ടെസ്റ്റ് ഇടുമ്പോൾ നീ ജയിച്ചാൽ യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ ഒരു വെപ്പൻസും ഇല്ല. ഉണ്ടോ? മലപ്പുറം കത്തിയുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധനം നമ്മുടെ കയ്യിലില്ല. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. എന്നാൽ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ കേട്ടതുപോലെ ഹല്ലേലൂയ, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുന്ന ഓരോ ദൈവവൈദ്യനും പിശാചിനോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലത്തില്ലെന്ന്. ഹല്ലേലൂയ. നമ്മൾ വീട്ടിൽ പോകാൻ ഇറങ്ങിയത്, ഹല്ലേലൂയ, നമ്മൾ അവിടെ ചെല്ലണം. ഹല്ലേലൂയ. അതുകൊണ്ട് വായിച്ചതുപോലെ ഹല്ലേലൂയ, മുറുകപ്പറ്റുന്ന പാപവും ഭാരവും വിട്ടിട്ട് ഹല്ലേലൂയ ഓടണം. നമ്മളെ പട്ടി കടിക്കാൻ വരുമ്പോൾ 10 കിലോ അരി മേടിച്ചോണ്ട് 2 കയ്യിലും 10 കിലോ അരി മേടിച്ചോണ്ട് വരുന്നെങ്കിൽ ഓടാൻ പറ്റും. നിനക്ക് ജീവനാണോ വരുന്നത്? അരിയാണോ വരുന്നത്? ആ സമയത്ത് അരിയാ. ജീവൻ കിട്ടിയാൽ തിരിച്ചു വന്ന് അരിയെടുത്ത് പോകാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെയാണ് പാപത്തിന്റെ ശക്തി നിന്നെ വരിഞ്ഞു മുറുക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഇഷ്ടംപോലെ ക്ലൈമാക്സ് ചെയ്യാൻ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട്. നമ്മൾ എൻജോയ് എന്നുള്ളതിനകത്ത് ആ ജോയ് അങ്ങ് എടുത്താൽ മതി. അച്ഛനത് മാറ്റിക്കും. ക്രിസ്തുവിൽ വന്നാൽ നമുക്ക് സന്തോഷമുണ്ട്, അതിൽ എൻജോയ് ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദൈവവേദന്റെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ് എപ്പോഴും സന്തോഷം. ഹല്ലേലൂയ. മരണം മുൻപിൽ കടന്നു വന്നിട്ടും ഹല്ലേലൂയ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, ജനം മുഴുവൻ പറഞ്ഞു ഒന്നുകിൽ ഈ പുള്ളി ഡിപ്രഷൻ അടിച്ച് തീരും, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഇതിന് പോകും. ഹല്ലേലൂയ. വിളിച്ച ദൈവം വഴിയിലിടത്തില്ല. നമ്മുടെ സകല ഡിപ്രഷനും മാറ്റിയാണ് നമ്മളിതിനകത്ത് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മളിത് വേർപെട്ട് പോകുമ്പോഴാണ്. അത് കണ്ണിന്റെ മുമ്പിൽ വേർപെട്ട് പോകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ പറയാൻ എളുപ്പ, ബ്രദറെ പ്രാർത്ഥിക്കാന്ന് പറയാൻ എളുപ്പ. ഹല്ലേലൂയ. എനിക്ക് 2 ദിവസമായി ഈ പള്ളക്ക് വരെ, ഈ ശ്വാസം എടുക്കാൻ എന്റെ വേദന എന്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല. എന്നോട് പറഞ്ഞു എനിക്കറിയത്തില്ല. അറിയത്തില്ല. അതിനറിയാൻ പറ്റുന്നത് അത് പറയാന്നുള്ളൂ. പിന്നെ തിരിഞ്ഞു തരും, ഗുളിക തരും, ഇതൊക്കെ ഉള്ളൂ. എന്റെ അത് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ കർത്താവ് വഹിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വേദനകൾ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ തളർന്നിരിക്കുന്നവരായിട്ടില്ല, നമ്മൾ ശക്തിയുള്ളവരായി ബലത്തോടെ നമ്മൾ നടക്കും. ഹല്ലേലൂയ. നമുക്ക് അല്പകാലം ഉള്ളൂ, അത് കർത്താവിന് വേണ്ടി ജീവിച്ചു. അവരോട് പറഞ്ഞതുകൊണ്ട് അറിയാം, ഈ സകല ഭാരവും പാപവും വിട്ടിട്ട് നിങ്ങൾ ഓടണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ എന്ത് ദൈവത്തിന് നമ്മൾ കൊടുക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ രക്ഷയുടെ പാനപാത്രം എടുത്തിട്ട് ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷ നമുക്ക് കർത്താവ് തന്നില്ലേ? ഹല്ലേലൂയ. അനേകർക്ക് കണ്ണു മറിഞ്ഞിരിക്കുവല്ലേ, അനേകർ പാരമ്പര്യത്തിന്റെ കുഴി കിടക്കുവല്ലേ, അനേകർ മധ്യസ്ഥന്മാരെ വിളിക്കുവല്ലേ. ഹല്ലേലൂയ. ആരെ വിളിച്ചാൽ അവർ രക്ഷ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നത് ഞാൻ വരാം ഇങ്ങോട്ട്. ഒരു ദൈവത്തെ അന്വേഷിച്ച് നമുക്ക് എങ്ങും പോകണ്ട. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം വരണു, മാറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അതുപോലെ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിശന്നിരിക്കുന്നതിന് അപ്പം കിട്ടിയാൽ പോരെ, അത് ദൈവം തരാവുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വിശ്വസ്തയോടെ നിൽക്കണം, പ്രമാണപ്രകാരം നിൽക്കണം. ഹല്ലേലൂയ. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ അവൻ കിരീടം പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ. ഭക്തന്മാർ മുൻപ് പോയപ്പോൾ പറഞ്ഞു, ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചോ. നമ്മൾ മല്ലൊക്കെ കെട്ടി ഇറങ്ങി യുദ്ധം ചെയ്യാമെന്നതിലേക്ക് ഇറങ്ങിയതാ. ആരോടൊക്കെ യുദ്ധം? നിങ്ങളൊക്കെ തന്നെ ചിന്തിച്ചാൽ മതി. നമുക്ക് യുദ്ധം ആരോടും ഇല്ല, മനുഷ്യരോട് പോരാട്ടമില്ല. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങൾ അറിയണം. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, സഭയെ ഹല്ലേലൂയ, പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞോണം. ഹല്ലേലൂയ. ഏറ്റവും വലിയ പ്രശ്നം സഭയെ തകർക്കുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. അവന് വേറെ ഒരു കുഴപ്പമില്ല. നമ്മുടെ ഈ ലോകത്തിൽ എന്ത് നമുക്ക് തന്നാലും ഇതൊന്നും ആളുടെ വിഷയമേ അല്ല. സഭയെ തകർക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിത്യജീവനിൽ നമ്മളെ അകറ്റിക്കളയുക, മനം തരപ്പിച്ച് കളയുക. ഹല്ലേലൂയ. എങ്ങനെയും നമ്മളെ തള്ളിക്കളയുക. എന്നാൽ കർത്താവ് നമുക്ക് ഈ രക്ഷയുടെ സന്തോഷം തരുവാനായിട്ട് പറഞ്ഞതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്ര വലിയ രക്ഷ നാം പിണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? അതുകൊണ്ട് ഈ രക്ഷയുടെ സന്തോഷം നമ്മളെ ഓരോ ദിവസവും അനുഭവിക്കണം. ഹല്ലേലൂയ. യഹോവയുടെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. എനിക്ക് ഉത്തരം വരുന്ന ഒരു ദൈവസ്വരത്തിലേക്ക് ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം.
കണ്ടവന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. നമ്മൾ ജോലിയാണ് വരുന്നത്, കർത്താവാണ് വേണ്ടത്. ജോലിയാണ് ആരോഗ്യത്തിന് ആരാ? കർത്താവ്. കട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് പോകാൻ പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. നിനക്ക് ആയുസ് മാറി പോയി കാലിന് ബലമുള്ളപ്പോൾ ഓടിക്കും. ആ നിരവ്യപ്രവർത്തികൾ വായിക്കുന്നു. നീ കാലാളുകളോട് ഓടിയിട്ട് നീ ക്ഷീണിച്ചാൽ നീ കുതിരകളോട് എങ്ങനെ ഓടും? ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്നാൽ നിനക്ക് ഓടാം. ദൈവകൃപ നിന്റെ മേലും എൻ്റെ മേലും വന്നാൽ എനിക്ക് നിനക്ക് ഓടാൻ പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. നിത്യതയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ, സ്തോത്രം. ഓട്ടക്കളത്തിൽ ഇറങ്ങി ഓടാൻ ഇറങ്ങിയവർ ആരും കാണികളെ നോക്കത്തില്ല, അന്നേരം ഓടുവോ? അവൻ അപ്പുറത്ത് ചെന്ന് ജയിച്ചു കഴിയുമ്പോൾ ആ കൈ വിട്ടിട്ട് ഞാനകയിലോട്ട് നോക്കുന്നത്. എന്നാൽ നമുക്ക് മുമ്പേ പോയവർ, ഓടിയവർ, വിശ്വസ്തതയോടെ ഓടിയവർ അവിടെ ഉണ്ട്. അവരെ നോക്കണം. ഒന്ന് യേശുവിനെ നോക്കണം. പിന്നെ ഓടി ജയം പ്രാപിച്ചവരെ നമ്മൾ നോക്കണം. അതുകൊണ്ട് അവരെ നോക്കി ഓടണം. ഹല്ലേലൂയ, നമ്മൾ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ, മല്ല് കെട്ടി ചട്ടപ്രകാരം നമ്മൾ ഓടണം. ഹല്ലേലൂയ. നമുക്കറിയാം, പട്ടാളത്തിലേക്ക് മിലിറ്ററിയിലേക്ക് ആളെ എടുക്കുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ ഉണ്ടെങ്കിൽ അവരെ പിടി കമാൻഡറാക്കും. അവനെ തോക്ക് പിടിക്കാൻ പോലും അറിയത്തില്ല. അടുക്കള പണിക്കാണെങ്കിൽ കുഴപ്പമില്ല, തവി പിടിച്ചാൽ മതി. യുദ്ധം വരുമ്പോൾ തോക്ക് പിടിക്കണമെങ്കിൽ അങ്ങോട്ട് ചെന്ന ഉടനെ അവനെ യുദ്ധത്തിന് കയറ്റിവിടത്തില്ല, അവനെ അഭ്യസിപ്പിക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെ നമ്മളെ അഭ്യസിപ്പിക്കും. ദൈവം നമ്മളെ പഠിപ്പിക്കും. ഹല്ലേലൂയ, പിശാചിന്റെ തന്ത്രങ്ങളെ എങ്ങനെ എതിർത്ത് നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞെന്ന് പരിശുദ്ധാത്മാവിന്റെ വെപ്പൻസ് നമുക്ക് തരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിനോട് ദൈവം പറഞ്ഞു, പൗലോസേ, നീ മിണ്ടാതിരിക്കരുത്, നീ പ്രസംഗിക്കണം. ഈ പട്ടണത്തിൽ കൊരിന്തിരുന്നുള്ളത് നമ്മൾ ബൂസ്റ്ററാക്കിയാൽ മതി. ഹല്ലേലൂയ. വായിച്ച് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ച്. ആക്ട്സ് 18:9 വായിച്ച്. നമുക്ക് ദർശനം കാണുന്നതായി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഹൃദയം നിറഞ്ഞ് വേദനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ കർത്താവ് വാസ്തവമായി നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചു. മിണ്ടാതിരിക്കരുത്. പിശാച്, നമ്മൾ ഇന്നലെ എല്ലാം കേട്ട വിഷയങ്ങളാണ്. നമ്മൾ ഒന്നും പിശാച് നമ്മുടെ വായടക്കും. അവിശ്വാസം കൊണ്ട് വായിക്കാത്ത കുത്തിക്കേക്കും. ഈ പട്ടണം ഞങ്ങളെ തന്നിരിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ പട്ടണം കർത്താവ് ബൂസ്റ്ററിലെ പട്ടണം ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, അതിന് നടക്കാൻ പോകുക ഇത് പറഞ്ഞ പിശാച് കൈകൊട്ടിയോ സന്തോഷിച്ചു പോകും. ഹല്ലേലൂയ. ഈ പട്ടണത്തെ കർത്താവ് ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. ഹല്ലേലൂയ. ആത്മാവുണ്ടോ, ശക്തിയുണ്ടോ, പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മുടെ മേലുണ്ടോ, ഞങ്ങൾ പിടിച്ചടക്കും. പറയണം. ഇത് കേട്ട് കഴിയുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ പിശാച് അങ്ങ് പോകും. ഹല്ലേലൂയ, സ്തോത്രം. ദുരാത്മാവേ, പൗലോസിനെയും പരിചയമുണ്ട്, യേശുവിനെ അറിയാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അറിയണം. ആരെയാണ്? ഇവന്റെ തന്ത്രങ്ങളെ അറിയണം. ഹല്ലേലൂയ. കെട്ടപ്പെട്ട് കിടക്കുന്ന ജനത്തെ ഹല്ലേലൂയ അഴിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ സഭയെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അനേകരുടെ കണ്ണ് നമ്മൾ കേട്ടല്ലോ, അനേകരുടെ കണ്ണ് മങ്ങിക്കിടക്കുക. ഈ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. ഈ ലോകത്തിൽ കുറെ നന്മ അവർക്ക് കൊടുത്തു. അവർക്ക് പുത്രസമ്പത്ത് ധാരാളമുണ്ട്. ജനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചു പോകുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പം എന്റെ കുഞ്ഞുങ്ങളിൽ ജോലിക്ക് പോയില്ലെങ്കിലും പഠിച്ചില്ലെന്നും കുറവില്ല, ഇഷ്ടം പോലെ ഞങ്ങൾ കൊണ്ടെന്ന് പറയും. പ്രിയപ്പെട്ടവരുടെ അവിടെ ആത്മാവ് എവിടെ പോയി അവസാനിക്കും? ആര് പോയി പറയും? ആരും അയക്കാതെ ആര് പോകും? ആരും പ്രസംഗിക്കാതെ ആര് കേൾക്കും? ഹല്ലേലൂയ. നിനക്കറിയാവുന്ന ലാംഗ്വേജും അറിയാതെ നീ പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചോളും. നിന്റെ ഉള്ള ആത്മാക്കളെ നേടുവാനുള്ള ആഗ്രഹത്തോടെ ആയിരിക്കണം ഞാനും നിങ്ങളും കടന്നു പോകേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമുക്ക് രക്ഷയുടെ സന്തോഷം കിട്ടി. ഈ പാനപാത്രമെടുത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനേകർ തടവിൽ കിടക്കുമല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മൾ എവിടോട്ടാ പോയത്? കേരളാവിന് കൊണ്ടടത്തിലോട്ടാണോ പോയത്? നോ. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. ഇത് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മളവർക്കും സൂര്യനെ അസ്തമിക്കാത്ത ദേശവാദ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇരുട്ടിന്റെ അന്ധകാരത്തിൽ കിടക്കുമ്പോൾ യേശു ഇല്ലാതിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, 3000 പള്ളികൾ അടഞ്ഞു കിടക്കുവാന്ന്. ആര് പ്രാർത്ഥിക്കും? ആര് പ്രാർത്ഥിക്കുന്നു? രക്ഷിക്കപ്പെട്ടവൻ പ്രാർത്ഥിക്കണം. കണ്ണു തുറന്നവൻ പ്രാർത്ഥിക്കണം. എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ബാല്യക്കാരന്റെ കണ്ണ്. ബാല്യക്കാരൻ കണ്ടെന്ന് അരാം സൈന്യം മുഴുവൻ നിറഞ്ഞ് മല നിറഞ്ഞ് താഴെ നിൽക്കുന്നതാണ്. പത്തം കണ്ടത് സ്വർഗീയ സൈന്യം മേടി നിൽക്കുന്ന കാണുന്നത്. തലപോക്കി നോക്കിയാൽ സ്വർഗീയ സൈന്യത്തെ ഇത് പകർക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും.
ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഒട്ടും കുറഞ്ഞു പോകാതെ ഞാൻ എന്റെ സഭയെ പണിയെന്ന് പറയണം. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും പറയണം, ഞാൻ എന്റെ സഭയെ പണിയും. നമ്മൾ ആരുമല്ല പണിയുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, പൗലോസ് നട്ടു, അപ്പൊല്ലോസ് വെള്ളമൊഴിച്ചു, വളരുമാറാക്കുന്നത് ദൈവമത്രേ. ഇത് പകൽക്കാലം ആര് നട്ടാലും ആര് വെള്ളമൊഴിച്ചാലും ഇത് വളർത്തുന്നത് കർത്താവ്. ഹല്ലേലൂയ. നമ്മളെ ദൈവം വളർത്തുക. സ്തോത്രം ചെയ്ത കരങ്ങളെടുത്ത് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനേക ആത്മാക്കളെ കൊണ്ട് നാട് നിറയ്ക്കും. ഹല്ലേലൂയ. നാം വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കാണാതെ വിശ്വസിക്കണം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നത് പ്രത്യാശയോടെ നമ്മൾ പറയണം. പിശാച് സർവ്വലോകവും വായ അടയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആത്മാവിന്റെ വിടുതൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇന്നലെ കേട്ടല്ലോ, അങ്ങോട്ട് ചെല്ലുമ്പോൾ നിനക്ക് ഈ ഗതി വന്നല്ലോ എന്ന് നമ്മൾ യശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടില്ലേ? നിനക്ക് ഈ ഗതി വന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ രക്ഷയുടെ സന്തോഷം ഓർക്കുമ്പോൾ നമ്മൾ എങ്ങനെ മൗനമായിരിക്കും? ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് കഞ്ഞി കുടിച്ച് സ്വാഭാവികം കയറിയിരിക്കാനാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നല്ല വെയിലുറങ്ങിക്കോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനവുമായി പൊക്കോണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ഉറപ്പിക്കും, ബലപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എപ്പോഴും പറഞ്ഞത്, പുതിയ ആത്മാക്കളെ ദൈവം വിടുവിക്കും. തടവിൽ കിടക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, വേദനപ്പെട്ടിരിക്കുന്നവരുണ്ട്, പ്രയാസപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഞാനും നിങ്ങളും പോയില്ലെങ്കിൽ ആര് പോകുന്നേ? ഹല്ലേലൂയ. വായിച്ചോ, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറയുക, നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം, മിണ്ടാതിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വായ വിസ്താരത്തിൽ തുറക്കണം. ഉദ്ധരിക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവത്തിന്റെ വചനം പറയാൻ ഇന്ന് പകർക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വായ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കും. അല്ലെ, യെരമ്യാവ് പറഞ്ഞ യെരമ്യാവ് യഹോവയോട് പറഞ്ഞ്, ഞാൻ ബാലന, എനിക്കൊന്നും അറിയത്തില്ല. ദൈവം പറഞ്ഞു, നീ ബാലനാന്ന് നീ പറയരുത്. ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ പ്രവാചകനായി, ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിയമിച്ചിരിക്കുമ്പോൾ നീ പറയല്ലേ നീ ചെറുതാണെന്ന്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ അവന്റെ വായ തൊട്ടു. വായിച്ച യെരമ്യാ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിച്ചു. ഞാൻ നിന്നെ അറിഞ്ഞു. ഒരു മിനിറ്റ് സഹോദരി, ഗർഭപാത്രത്തിനകത്ത് വെച്ച് പ്രവാചകരാകാറുണ്ട്. ഓക്കെ, മറിയ ഓടി മലനാട്ടിൽ ചെന്നപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തുള്ളി. നമ്മൾ ആടെ അകത്ത് കിടന്ന് തുള്ളിയിട്ടുണ്ട്. നമ്മുടെ തുള്ളിച്ച് എങ്ങനെയും വെളിച്ചാടി കിടന്ന് തുള്ളിച്ചായിരുന്നു. അകത്ത് കടന്നപ്പോൾ തന്നെ ഒരു പ്രവാചകനെ ദൈവം കണ്ടു. ജാതികൾക്ക് പ്രവാചകനാക്കി വെച്ചു. ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ വചനം മൊത്തം നമ്മൾ വിശ്വസിക്കണം. നമുക്ക് ഇഷ്ടമുള്ള അനുഗ്രഹത്തിന്റെ വചനം മാത്രം വായിക്കരുത്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരെ നമ്മളെ. പക്ഷെ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും നമ്മളെല്ലാം അതുപോലെ ചെയ്യണം. ഇസ്രായേലിന് സംഭവിച്ചതിന് ദൈവത്തിന്റെ സഭയ്ക്ക് വരരുത്. അവര് സഭയായിരുന്നു, ഇറങ്ങിത്തിരിച്ചവർ സഭയായിരുന്നു. പക്ഷേ അവർ വഴിയിൽ വെച്ച് നശിച്ചുപോയി. അവർ പിറുപിറുപ്പുകാരായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തോട് മത്സരിച്ചു. മോശയോടും അഹരോനോടും ദൈവത്തിന്റെ ദാസന്മാരോടും മത്സരിച്ചു. ഹല്ലേലൂയ. ഒന്നും ചെയ്തില്ല. യഹോവ നിങ്ങളുടെ ഇടയിൽ മധ്യേ പ്രവർത്തിക്കും. മോശ ആരോടും ചോദിക്കാനൊന്നും പോയില്ല. മോശ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. ഭൂമി പിളർന്ന് ഇങ്ങനെ സംഭവിച്ചാൽ യഹോവയാൽ സംഭവിച്ചു. പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഭൂമി പിളർന്നു. കൊണ്ടുപോകേണ്ടവരെ അങ്ങോട്ട് കൊണ്ടുപോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളെയും നമ്മൾ ദൈവം അനുഗ്രഹിക്കണം, നമ്മൾ മാനിക്കണം. ഈ ദൈവത്തെ ഞാൻ എപ്പോഴും ചിന്തിച്ചു, ഒരു വിശ്വാസിയായിട്ടിരുന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ദൈവത്തിന്റെ കണ്ണെന്നെ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ വഴിപ്പെട്ടു പോകരുത്. ആരോടും മത്സരാർത്ഥികളായി തീരരുത്. നമ്മൾ വീട്ടിലെത്തണം. ഹല്ലേലൂയ. വായിച്ചു വായിച്ചു. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. പിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ബാലനാന്ന് പറയും. അകത്ത് കടന്നപ്പോൾ തന്നെ വെളിയിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് പ്രവാചകനായ ദൈവം, യഹോവയായ ദൈവം യെരമ്യാവിന്റെ വായിൽ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഇനി പറയേണ്ടത് നമ്മൾ വചനമേ ആയിരിക്കില്ല. എഫെസ്യരിൽ പറഞ്ഞില്ല, പൊട്ടത്തെല്ലും കളിച്ചെല്ലും അതൊന്നും പറയാൻ നേരമില്ല. എൻ്റെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവ് വരാറായി. ഉണർന്നിരിക്കുന്നവർ പോകും, വിശുദ്ധിയെ തികച്ചുന്നവർ പോകും. അല്ലെങ്കിൽ വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല.
നമുക്കറിയാം മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 പേരുടെ കാര്യം അറിയാം. 10 പേര് ഇറങ്ങിയവരാ, 10 പേര് വിളക്കുള്ളവരായിരുന്നു, അതിൽ 10 പേര് ഉറങ്ങിയവരായിരുന്നു. മണവാളം വരുന്നുള്ള ആർപ്പുകൾ കേട്ടിട്ട് 10 പേര് ഉണർന്നവരായിരുന്നു. പക്ഷേ ദൈവം വന്നപ്പോഴത്തേക്ക് എന്തോ സംഭവിച്ചേ? മണവാളം വരാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെല്ലാം മയക്കം പിടിച്ചു. ഇന്ന് ദൈവസഭകളിലൊക്കെ മയക്കം പിടിച്ചു. ഹല്ലേലൂയ, ഉറക്കം നടിച്ചു. ഹല്ലേലൂയ. എന്നാൽ എഫെസ്യരിൽ പറയുന്നു, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ തെളിയണം. ആത്മീക മരണം സംഭവിച്ചു കിടക്കുന്ന സഭകളെ ഉണരെ, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കേ, യുകെക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്തിനാ നമ്മളിവിടെ കൊണ്ടുവന്നത്? കുറെ പൗഡർ ഉണ്ടാക്കാൻ എന്നെടുക്കാനൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, കാശ് കൂടിയ പ്രശ്നം വരും. അന്നുള്ള ആഹാരം കഴിക്കില്ലവന് തലയാട്ടി കാശ് കൂടിയ പ്രശ്നമാണ്. അത് കൈ കിട്ടി നോക്കി വിവരം അറിയും. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒന്നും. അപ്പൊ ഉടനെ എന്ത് ചെയ്യണം? ഉത്തമമായ സമയത്ത് സ്വർഗത്തിലുണ്ടെന്ന് അങ്ങോട്ട് അത് നിക്ഷേപിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഭൂമിയിൽ പോകുമ്പോൾ കൊണ്ടെടുക്കാനോ ഇതിനൊന്നും നേരമില്ല. കിട്ടുന്ന സ്വർഗത്തിൽ നിക്ഷേപിച്ചോ. അവിടെ കള്ളനില്ല, അവിടെ തുരുമ്പില്ല, ഇവിടെ ഈ സാമാനെല്ലാം ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ ഹൃദയമുള്ള നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ നിക്ഷേപ സ്വർഗത്തിലായിരിക്കണം. യേശുവിന്റെ നിക്ഷേപമായിരിക്കണം. ഭൂമിയിൽ ഇരിക്കുമ്പോൾ യേശുവിന്റെ നിക്ഷേപമായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വായിച്ചേ, നമ്മൾ വായിച്ചതിന്റെ വാക്ക് വായിച്ചേ. നിന്റെ ഉദരത്തിൽ ഉരുവാക്കി മുമ്പ് ഞാൻ അറിഞ്ഞു പ്രവാചകൻ ചെയ്തു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ ഇഷ്ടമാക്കിയെന്ന് വായിച്ചേ. സഹോദരന്മാരെ, നമ്മൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിയണം. അയ്യോ, ഞാൻ പോയ എന്നെ തല്ലുവാരിക്കും. തല്ലട്ടെ, പിന്നെ കർത്താവിനെ തല്ലിയില്ലേ? പുരോഗജാലി പോലെ കർത്താവിന്റെ പുറം കീറിയില്ലേ? ശിഷ്യന്മാരെ വലിച്ചെടുത്തോണ്ട് പോയില്ലേ? കൊണ്ടുപോയില്ലേ? യഥാർത്ഥമായി കർത്താവിന്റെ പുറകെ പോവുകയാണ്. ഇതുണ്ട്. ഓടിച്ചെന്ന് അടിയൊന്നും മേടിക്കണ്ട, കിട്ടുവാണെങ്കിൽ മേടിച്ചാൽ മതി. തിരിച്ചടിക്കുകയും ചെയ്തു. കൃപ പോകും. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ അടി കിട്ടും തോറും ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ നാമം ധരിച്ചോ. ഹല്ലേലൂയ, നമ്മുടെ പ്രതിഫലം കൂടും സ്വർഗത്തിൽ. ഈ നിത്യരാജ്യത്തിൽ ചെല്ലുമ്പോൾ വിളങ്ങണം. ശോഭിക്കണമെങ്കിൽ യുഗങ്ങൾ ഇവിടെ ഇച്ചിരി നാൾ മതി. ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം കർത്താവിദാസോട് കേട്ടാൽ ഇവിടെ ആരും മൈൻഡ് ചെയ്തതിലും വലിയ വിഷയമാണ്. ഒരു മാനം കിട്ടിയില്ലെങ്കിലും വിഷയമാക്കേണ്ടത്. കർത്താവിന് കിട്ടിയില്ല, ശിഷ്യന്മാർക്ക് കിട്ടില്ല. അയ്യോ, എന്നെ കണ്ടിട്ട് പാസ്റ്ററേന്ന് വിളിച്ചില്ല. ഇതൊന്നും വിഷയമാക്കേണ്ട കാര്യമില്ല. അല്ല, എന്നെ കണ്ടിട്ട് അവർ ചിരിച്ചില്ല. നീ ഇരിക്കണം, നീ ദൈവത്തെ നോക്കി ചിരിക്കാം. അത് വേണം തിരിച്ചു. നീ പ്രാർത്ഥിച്ചാൽ തിരിച്ചു അവർ തിരിച്ചിട്ട് പോകും. എന്നെ കാണുമ്പോൾ എൻ്റെ വെറുതെ ചിരിക്കാത്തൊന്നും ചോദിക്കൊന്നും വേണ്ട. നീ പോയി കൈ കൊടുക്കണം. നിന്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് നീ പോക്കണം. അപ്പൊ പിന്നെ നിനക്ക് സന്തോഷമായിട്ട് വീട്ടിൽ പോകാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഒന്നും കിട്ടത്തില്ല. നിന്നെയും കഷ്ടതയും പരിഹാസവും ഒക്കെ ആയിരിക്കും. ഇതൊന്നും കാര്യമാക്കണം. ഹല്ലേലൂയ. നിന്റെ കണ്ണ് എപ്പോഴും കർത്താവിലേക്കായിരിക്കും. നമ്മുടെ കണ്ണ് കർത്താവിലേക്കാണെങ്കിൽ എപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുപോലെ പൗലോസിനോട് പറഞ്ഞ പോലെ തന്നെ യെരമ്യാവിനോട് പറയാ, നീ ഭയപ്പെടേണ്ടതേ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നേ. അപ്പം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളെന്തിനാ ഭയപ്പെടുന്നേ? സ്തോത്രം. നമ്മുടെ അപ്പം നമ്മളെ വിട്ടേച്ച് പോകത്തില്ല. അവൻ നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും വിടത്തില്ല. പക്ഷേ ദൈവത്തിന്റെ മുഖത്തൊന്നും ഒരിക്കലും നമ്മുടെ കണ്ണെടുത്ത് കളയും. ഹല്ലേലൂയ. ഈ രക്ഷയുടെ സന്തോഷം ഓരോ ദിവസവും പുതുക്കണം. സംഘടനക്കാരോട് പറയുന്നതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന് ഞാൻ എന്നാ കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ എവിടുന്നൊക്കെ കർത്താവ് വിടുവിച്ചേ? നമ്മുടെ പ്രാണനെ എവിടുന്ന് വിടുവിച്ചു? മരണത്തിൽ നിന്ന് വിടുവിച്ചു. പിന്നെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു. പിന്നെ ഈ മൂന്ന് കൂടെ ഇവിടെ ഉണ്ടായി. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ ഇതില്ലാത്തുള്ളൂ. ദൈവം താൻ നമ്മുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന വെളിപ്പാട് 21-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അതുവരെ ഇവിടെ കണ്ണുനീരില്ലെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവരും പണ്ടൊരു അച്ഛനോട് അമ്മച്ചി പറഞ്ഞതുപോലെ എൻ്റെ അച്ഛൻ പ്രാർത്ഥിക്കണം, വേദനയൊക്കെ പോകാൻ പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അച്ഛൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ വേദന പോകും, പക്ഷെ ഭൂമി കാണത്തില്ല. ഈ ഭൂമിയിൽ ജീവനുള്ളതുകൊണ്ട് നമുക്ക് വേദനയുണ്ടെന്ന് അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ പള്ളക്കത്തെ വേദന ഞാനിപ്പോൾ തട്ടിപ്പോയ എൻ്റെ വേദന കഴിഞ്ഞു. ജീവനോടെ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ വേദന അനുഭവപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കഷ്ടതയും കണ്ണുനീരും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ദൈവവൈദ്യന്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. അവൻ എന്നെ കൈവിടത്തില്ല, അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ നമ്മൾ മുറുകെ പിടിച്ചോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ രക്ഷയുടെ സന്തോഷം നമുക്ക് തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തറിയാം? ഇതെടുത്തിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായലേഖനം നമ്മൾ വായിക്കുന്നത് എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 3-4 ഒന്ന് വായിച്ചേ. ഹീബ്രൂ ചാപ്റ്റർ 2 വേഴ്സ് 3 and 4 ബൈബിൾ എടുത്ത് വായിക്കൊണ്ടിരിക്കുന്നത്.
എബ്രായ ലേഖനം 2-ാം അധ്യായം 3-4. Hebrews chapter 2 verse 3 and 4. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? പക്ഷെ ഈ രക്ഷ നമ്മൾ ഗണ്യമാക്കി. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഹല്ലേലൂയ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ ഇനി എന്ത് പ്രത്യുപകാരം കൊടുക്കും? ദൈവത്തിന് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റും? 10 പൗണ്ട് കൊണ്ട് ഓഫറിങ് കിട്ടാൻ മതിയോ കർത്താവിന്? എടാ, ഇതെല്ലാം കർത്താവിന്റെ കയ്യിൽ നിന്ന് വരുന്ന, നമുക്ക് ആയുസ്സും ആരോഗ്യം തരുന്നത്, ജോലി ചെയ്യാൻ കർത്താവ് തരുന്ന, അതിൽ നിന്നൊരു നന്മ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഇടുന്നതാ. കർത്താവിന് നമ്മുടെ പൗണ്ടും വേണ്ട, ഒന്നും വേണ്ട, കർത്താവിന് നമ്മളെ മതി. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഹൃദയവാതിലുകളിൽ നിന്ന് മുട്ടുന്നു. കർത്താവ് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ മതി, എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ടെന്നേ. ഹല്ലേലൂയ, ഹാബേലിനെ മതി എനിക്ക്. ഹാബേലിന്റെ കൊണ്ടുവരുന്ന പച്ചക്കറിയോ അതിന്റെ ഒന്നും അല്ല ആവശ്യം. ഹാബേലിന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടിയുള്ളതായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി മാത്രം മതി. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ പെട്ടകത്തിനകത്ത് കടന്നു നോക്കുകയും കുടുംബവും, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് പറഞ്ഞതുപോലെ അനുസരിക്കും. അങ്ങനെ അനുസരിച്ചാൽ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടും നല്ലത്. ചാടിക്കറിയൊന്നും ചെയ്യില്ലേ? നമുക്കറിയാം, അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. 1 ശമൂവേൽ 15-ാം അധ്യായത്തിലുണ്ട്, വായിക്കണ്ട. ദൈവം പറയാത്ത കറി ചാടിക്കറി ചെയ്യില്ലേ? നീ പറയുന്ന വാ കൊണ്ട് തന്നെ നിനക്ക് തിരിച്ചു. ഇത് വളരെ ഭയത്തോടെ എടുത്ത് ശുശ്രൂഷ ചെയ്യേണ്ട കാര്യമാണ്. ആളുകൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് എടുക്കാറുള്ളൂ. കേട്ടവനെ എപ്പോഴും രാവിലെ പ്രാർത്ഥിക്കണം. ദൈവം പറയുന്നത് വാക്ക് ഇതിനകത്തില്ലാത്ത ഒരു കാര്യം കൈനിടല്ലേ. ചുമ്മാ കണ്ടും കേട്ടെന്നൊന്നും പറയല്ല. ദൈവത്തിന് കിട്ടിയെങ്കിൽ അതിന്റെ ക്ലിയർ വിഷം ചോദിച്ചോണം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല പ്രാസംഗികരായിത്തീരും. വചനം കറക്റ്റ്. ഇന്നത്തെ ചാട്ടത്തിലും മേടത്തിലും പറഞ്ഞ കാര്യമല്ലേ? ഹല്ലേലൂയ, ദൈവവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരെ നീക്കണം. അനേക പ്രാസംഗികന്മാർ അങ്ങ് ലജ്ജിക്കും. അവർ യേശുവിന്റെ നാമത്തിൽ, കർത്താവിന്റെ നാമത്തിൽ പല കാര്യങ്ങളും പറഞ്ഞ് ജനത്തെ കളിപ്പിക്കുമെങ്കിൽ കർത്താവ് ഒരു ദിവസം പറയും, അവയെ ഓർത്തോ. ഹല്ലേലൂയ, ഒരു ദിവസം പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹിതമല്ലാത്തത് ഒന്നും നമ്മുടെ കൈ വരരുത്. നമ്മുടെ കൈ വിശുദ്ധമായിരിക്കണം. അതിൽ എന്തുകൊണ്ടെന്നാൽ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ കർത്താവിന്റെ ഭൂഷിച്ച കൈ നമ്മളെ കാണിക്കും. അതിൽ നമ്മുടെ കൈ പൊക്കാൻ പറയുമ്പോൾ അതിൽ നമുക്കറിയാം നമ്മുടെ കൈയിലെ ബാക്ടീരിയ ഇപ്പം നോക്കി എന്തെങ്കിലും കാണുമോ? മൈക്രോസ്കോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കാണാം. അഗ്നിജ്വാലക്കൊത്ത കണ്ണുകളോട് കൂടിയ കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ അകവും പുറവും ഒരുപോലെ ടെസ്റ്റ് ചെയ്ത് പുറത്തു വരും. ഹല്ലേലൂയ, സ്തോത്രം. വളരെ ഭയത്തോടെ ദൈവത്തിന്റെ സഭയായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെയൊക്കെ ഓർത്ത ദൈവമുണ്ട്. നോഹ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് വായിച്ച ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ച. ജെനസിസ് ചാപ്റ്റർ 7 verse 1 വായിച്ച്. ഉൽപ്പത്തി 7:1. ഇതാണ് കാര്യം. പെട്ടകമൊക്കെ നോഹ നീ ഉണ്ടാക്കി, പക്ഷെ നീയും സർവ്വ കുടുംബവുമായിട്ട് അതിനകത്ത് കടന്നോണം. ഹല്ലേലൂയ, പെട്ടകം പണിതിട്ട് കർത്താവ് തന്ന ശുശ്രൂഷ തന്നിട്ട് ഞങ്ങൾ പെട്ടകത്തിനകത്ത് ഇല്ലെങ്കിലും വളരെ ഭയത്തോടെ ജീവിക്കണം. കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് മാത്രമേ വലയിറക്കാവുള്ളൂ. ഇത് ചുമ്മാ കാണുന്നിടത്ത് പോയി ചെയ്യുന്ന പരിപാടിയല്ല ഇത്. ഞങ്ങൾക്ക് 10 സഭ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, കലണ്ടറിന്റെ പേരുണ്ട്. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ, ഒരു പേരും ഇവിടെ ഭൂമി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അനേകരുടെ പേര് നിത്യതയിൽ കാണണം. വളരെ ഭയത്തോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം വന്നെത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഉപദേശം മാറ്റിക്കളഞ്ഞു, തെറ്റിക്കളയുന്നു. നുഴഞ്ഞു വരുന്ന ആളുകൾ വരുന്നു, ഉപദേശം മാറ്റിക്കളയുന്നു. നിത്യത എന്നുള്ള ഹൃദയത്തിൽ നിന്ന് അവരെടുത്തു മാറ്റി ഈ ലോകത്തിൽ എന്തൊക്കെയോ തരാമെന്ന് പറഞ്ഞ് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കിഴവിക്കഥകൾ കേൾക്കുന്നു. കർണരസമാകുമാർ കേൾക്കുന്നു. ആത്മാവിൽ ജനമാകുന്നു. ഏതാത്മാവ്? ദുരാത്മാവ്. എന്റെ നിങ്ങളുടെ പ്രസംഗത്തിനകത്ത് കർത്താവിന്റെ വരവും നിത്യതയും വിശുദ്ധ ജീവിതവും ഉണ്ടായിരിക്കണം. ഇല്ലാത്തവർ ഒറ്റ പ്രസംഗം കേൾക്കരുത്. രക്ഷിക്കപ്പെട്ടവന്റെ ആകെ ആഗ്രഹം എന്റെ മണവാളം വരും, എന്റെ അപ്പം വരും, അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കാൻ നിർത്തിയിരിക്കുക പരിശുദ്ധാത്മാവെന്ന് പറയണം. അങ്ങനത്തെ പ്രസംഗം കേട്ടാൽ മതി. ഹല്ലേലൂയ, നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്.
പ്രസംഗം കേട്ട് അധികം പ്രസംഗിയായി ആരും പോകരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടണം. ഹല്ലേലൂയ. എങ്ങനെ പോയാലും പോകും, പെട്ടകത്തിൽ കടക്കണം. ഈ തലമുറയിൽ എന്റെ മുമ്പാകെ ഈ കർത്താവിന്റെ വരവിനോട് അടുക്കുമ്പോൾ ഈ തലമുറയിൽ നമ്മളെ നീതിമാന്മാരായിട്ട് കർത്താവ് കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയണം, ഫ്യൂച്ചറിൽ എന്റെ കുടുംബത്തെ കർത്താവ് കണ്ടു, നമ്മളെ ഓരോരുത്തരെയും കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ പോകും. ചിലരെ കൂടെ പെട്ടകത്തിൽ കയറ്റണം അന്ത്യന്യായവിധിയിൽ. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ചർച്ചിന് അത് കൊടുത്തു, ഇത് കൊടുത്തു. പണ്ടൊക്കെ ആണെങ്കിൽ നാട്ടിൽ പറയുന്നത് ചർച്ചിന് ഞാൻ പാൻ കൊടുത്തിട്ട് എന്നും അത് ഭാഷയോട് ചോദിക്കും, നല്ല ഓട്ടം ഉണ്ടോ എന്ന് ചോദിക്കും, നല്ല സ്പീഡുണ്ടോ ഭാഷയെ. ഈ പുള്ളി കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് നോക്കും, റിമൈൻഡ് ചെയ്യിക്കുന്ന പരിശുദ്ധാത്മാവ് എന്റെ പാനാണ് കർത്താവിന് വേണ്ടി. ക്ലോക്ക് മേടിച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കും, പക്ഷെ കറക്റ്റ് സമയമല്ല ചോദിക്കും. നിന്റെ സമയം കറക്റ്റാണ്, ക്ലോക്ക് വേണ്ട. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മളെ മതി. മക്കളെ, നിങ്ങളെ ദൈവത്തിന് മതി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളിവിടെ പഠിക്കാൻ വന്നു, നിങ്ങളുടെ ലക്ഷ്യത്തിൽ തിരിയായിരിക്കും. ഹല്ലേലൂയ. ആരാധന കഴിവതും മുടക്കാതെ ശ്രദ്ധിക്കണം, കൂട്ടായ്മ മുടക്കാതെ ശ്രദ്ധിക്കണം. പഠിക്കാനുള്ള ബുദ്ധിയും ബാക്കി എല്ലാം ദൈവം ഒരുക്കണം. ആദ്യമേ അവന്റെ രാജ്യം ബാക്കി വെച്ച് പ്രാർത്ഥിക്കണം. മത്തായി സുവിശേഷം 6-33 വാക്യം വേഗം വായിച്ചു. മാത്യു 6:33 എന്ന് വായിച്ചോ. മാത്യു 6:33. കിട്ടുമല്ലോ. അതോടുകൂടെ പിന്നമ്പര് കിട്ടും, ജോലി കിട്ടും, വീട് കിട്ടും, നല്ല ജീവിതം കിട്ടും. ആദ്യം എന്താ അന്വേഷിക്കണം പറഞ്ഞു? അവന്റെ രാജ്യം, നിത്യത അന്വേഷിക്കും. അത് കിട്ടുമ്പോൾ എല്ലാം കിട്ടും. യേശുവിനെ കിട്ടിയോ എല്ലാം കിട്ടും. യേശു കിട്ടാതെ പിശാചിനെ കിട്ടിയോ ഇവിടെ എല്ലാം കിട്ടും, അവിടെ കിട്ടത്തില്ല. നമുക്ക് ഏതാ വേണം? കർത്താവ്. അല്ലെങ്കിൽ എന്തായാലും ഇറങ്ങി തിരിച്ചു പെട്ടകത്തിൽ കിടക്കും. ദൈവം നമ്മളെ കണ്ടു, ദൈവരാജ്യത്തിൽ ചെല്ലണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഓടാൻ റെഡിയായിരിക്കും, പോകാൻ റെഡിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പോയില്ലെങ്കിൽ വേറെ ആളെ ദൈവം. അല്ലെങ്കിൽ നമ്മുടെ കിരീടം മാറ്റപ്പെടും. ദൈവം തരാൻ വെച്ചിരിക്കുന്നിടത്തും വേറെ ആപ്പ് കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കിരീടം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം വളരെ പ്രത്യാശയോടെ സന്തോഷത്തോടെ നമ്മളെ ജീവിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ പഞ്ചവാക്യങ്ങൾ വായിക്കാം. 116-15. ഓ, ഒരു മനുഷ്യന്റെ മരണം, എല്ലാവരുടെയും മരണത്തിന് യഹോവയ്ക്ക് പ്രസാദമില്ല. തൻ്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതായി. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14-13 വാക്യത്തിൽ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ? ഈ വാക്യമായിട്ട് കണക്കാണ്. വായിച്ചേ, വെളിപ്പാട് 14-13. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അയ്യോ, അവരെ ഭാഗ്യവാന്മാര്. ബാക്കി പിള്ളേർക്കൊക്കെ ഇവിടെ അടക്കം കിട്ടും. നീ കർത്താവിൽ മരിക്കണം. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ നീ ജനിക്കണം, കർത്താവിൽ നീ ജീവിക്കണം. കർത്താവിൽ അപ്പോൾ മരിക്കും. അങ്ങനെ മരിക്കുന്നവരൊക്കെ ദൈവത്തിൽ സന്തോഷമുള്ളൂ. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ഇവിടെ വായിക്ക് പറയാണ്, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, ബാക്കി വെച്ചേ. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഒരു വിശ്രമത്തിലേക്ക് പോവാം. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ഇപ്പോൾ മരിക്കുന്ന ഭക്തന്മാരൊക്കെ ഒരു വിശ്രമത്തിൽ പോയിരിക്കുക. ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. പഴയ നിയമ വിശുദ്ധന്മാരായാലും പുതിയ നിയമ വിശുദ്ധന്മാരായാലും അവരെല്ലാം ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിരിക്കുക. ഇപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന നൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. തോമസ് മാർപ്പാസ്റ്റർ പലപ്പോഴും പറയുന്നത്, ഈ തലമുറ ശവപ്പെട്ടി കാണാൻ കുറെ പേര് എടുക്കപ്പെടും. അതിനുപോലും 10 പൈസ കൊടുക്കാൻ ചിലപ്പോൾ ഇടവരുത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിനെ നമ്മൾ ഓർമ്മിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വീടിനോടാണ് അടുക്കുന്തോറും ഒന്നുകൂടെ കർത്താവിനോടുള്ള വിശുദ്ധിയും സ്നേഹവും പ്രത്യാശയും എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഞാനെപ്പോഴും പറഞ്ഞു, നമ്മുടെ വേരിയുടെ ഉറക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ നല്ല വണ്ടി എത്ര നാളിലും ഗ്യാരേജിനകത്ത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ വല്ല പ്രയോജനമുണ്ട്? അത് ഓടണം. ഹല്ലേലൂയ. അവിടെ കിടന്ന് ടയർ പഞ്ചറാകും. ഹല്ലേലൂയ. പിന്നെ ഇത് കുറെ കഴിയുമ്പോൾ ഓടാൻ കഴിയുമ്പോൾ അതിന്റെ ടയറൊക്കെ പഞ്ചറാകും, താഴത്തിറങ്ങും. ഹല്ലേലൂയ. നമ്മുടെ വണ്ടി ഓടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലെങ്കിൽ നമുക്ക് ക്ഷീണമുണ്ട്, ക്ഷീണമൊക്കെ മറക്കണം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എല്ലാ ക്ഷീണങ്ങളും മാറും, നമ്മുടെ ബലഹീനതകൾ മാറും, നമ്മുടെ ആകുലതകൾ മാറും, നമ്മുടെ പ്രയാസങ്ങൾ മാറും. നമ്മൾ കഴിഞ്ഞ കാലത്തെ കർത്താവിന്റെ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ നമ്മുടെ പാസ്റ്റ് മുഴുവൻ നമ്മൾ ഓർത്തോണ്ടിരിക്കുക, പ്രസന്റ് നോക്കിയിട്ട് ഫ്യൂച്ചറിലോട്ട് പോകണം. അയ്യോ കഴിഞ്ഞത് മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആവലാതി പറഞ്ഞ് ആളല്ലേ ഇത് പറയാൻ ഇനി നേരമൊന്നുമില്ലെന്നേ. ഇനി ലഭിക്കാനുള്ളതിനെ ഓർത്ത് സന്തോഷത്തോടെ കർത്താവിനെ സ്നേഹിക്കണം. ഹല്ലേലൂയ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമ്മളെ എപ്പോഴും ഒരുക്കിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. നമ്മളൊരു കള്ളത്തരം കാണിച്ചേ, നമ്മൾ പോലും അറിയാതെ പോലീസ് നമ്മളെ പിന്തുടരും. നമ്മൾ പറയുന്നത് ആരും കുഴപ്പമില്ലെന്ന്, എല്ലായിടത്തും ക്യാമറ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമ്മളവർക്ക് നമ്മളെ ആരും കാണുന്നില്ലെന്ന് പറഞ്ഞു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടുകൂടിയ ദൈവം. ഹല്ലേലൂയ, ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു 139 സങ്കീർത്തനത്തിൽ. ഹല്ലേലൂയ, ഇരുട്ട് പോലും ദൈവത്തിന് മറവല്ല. നീ നമ്മൾ പറയാ, നമ്മൾ കണ്ടിടത്തേക്ക് പറയാ, ഇപ്പം ലോകം മുഴുവൻ ഇരുട്ടാന്ന് പറഞ്ഞാലോ, നീ കണ്ണു തുറന്ന വെട്ടത്താകും, വെട്ടമാകാണ്. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ, സകലതും കർത്താവിന്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നുമായി കിടക്കും. അവനുമായിട്ട് നമ്മൾ കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കൈ ഒന്ന് ബലപ്പെട്ടിരിക്കണം. നമ്മുടെ കൈ എൻ്റെ കർത്താവിന് വേണ്ടി ഓടുന്ന കൈകളായിരിക്കണം. ഹല്ലേലൂയ, നമ്മൾ ഇതിനെ ക്രൂശിച്ചവരായിരിക്കണം. നമ്മുടെ നാവിനെ എന്ത് ചെയ്യണം? റോമലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, റോമർ 6:12 വായിക്കുന്നത് എന്താ വായിക്കുന്നത്? അത് ഗലാത്യർ 5:24, 6:12 വായിച്ചു. റോമർ 6:12. നമ്മൾ പണ്ട് സമയത്ത് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് പല ഇഷ്ടങ്ങൾക്കും വേണ്ടി, മനോവികാരങ്ങൾക്കും വേണ്ടിയൊക്കെ ഓടിയവരായിരുന്നു. ഇവിടെ പറയുവാണെ, ആകയാൽ പാപം ഇനി നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിച്ച്, പാപത്തിന് മോഹമുണ്ട്. യാക്കോബിന്റെ ഗ്രന്ഥത്തിൽ വരുന്ന പാപം മോഹം ഗർഭം ധരിച്ച്, അപ്പൊ അതിനുമുണ്ട് പാപം ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിൽ പിശാചി ഇഷ്ടംപോലെ ഐറ്റംസ് ഇങ്ങനെ കൊണ്ടുതരും. ഓരോ ദിവസം കഴിയുന്നു പുതിയ പഴയത് കാണാൻ ആർക്കും ഇഷ്ടമുണ്ട്. പഴയ പാപത്തെക്കാളും നല്ല പുതിയ പാപം ചെയ്യല്ലേ, ഒരു ക്ലൈമാക്സ്, ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പാപം ചെയ്യാൻ. കഴിഞ്ഞ ദിവസം കേട്ടത് ഒരു വിശുദ്ധ പാപം പോലും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പിള്ളേർ വരുന്നത്, കാണാൻ പറ്റും. അയ്യോ അച്ഛൻ ഇത് കാണുവാണെന്ന് ചോദിക്കുന്നു. റിമോട്ടാണെങ്കിൽ കൈ നീങ്ങി നീക്കുക. ആ സമയത്ത് ബാറ്ററി ഡൗണായി നീങ്ങത്തില്ല. ഇതായിട്ടും അടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ഒന്നും വേണ്ടതേ. ഞാൻ എന്നും പറയുന്ന പോലെ ഈ പുസ്തകം വായിച്ചു നിന്നെ വിശുദ്ധനാക്കിയിടും. ഹല്ലേലൂയ, ഇത് രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച പുസ്തകമായിരുന്നു. അനേകം രക്തസാക്ഷികളായി നമുക്ക് തന്ന പുസ്തകമാണ്. നമ്മളെ വിശുദ്ധന്മാരാക്കി ദൈവമുമ്പാകെ നിർത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മലിനപ്പെട്ട ലോകത്തെ ഹല്ലേലൂയ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്ക് അല്ലയോ നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ, യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മളെ ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ആകയാൽ പ്രിയമുള്ളവരെ, എന്ത് ചെയ്യണം? പാപം ഇനി നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിച്ച് വാഴരുത്. ഹല്ലേലൂയ. കേട്ട വചനം ഒഴുകിപ്പോലെ ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ പോയി തോണ്ടി ആവശ്യത്തെ കാണും. കൃപ പോകും. കർത്താവ് വരെ വന്നാൽ പോകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവും വിശുദ്ധിയും നിത്യതയും 1000 ആണ്ട് വാഴ്ചയും. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ദർശനം കിട്ടിയവർ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി കർത്താവ് എന്നെ വിളിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കർത്താവ് ദാസനോട് കേട്ടതുപോലെ, കർത്താവ് ദാസനെ വിളിച്ചപ്പോൾ ആരും എണ്ണിയെന്നാണ് പറഞ്ഞേ. അതേ വാക്ക് എന്നോട് കർത്താവ് പറഞ്ഞു. അല്ലേ? ഏത് വാക്യോ? എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്കാണ് അറിയുന്നത്. 1 തിമോത്തിയോസ് 1:12 വായിച്ചു. 1 തിമോത്തിയോസ് 1:12. 1 തിമോത്തിയോസ് 1:12. എനിക്ക് ശക്തി നൽകിയ ഇത് പൗലോസിനോട് പറഞ്ഞ കാര്യമാണ്. വേദപുസ്തകം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? എനിക്ക് ശക്തി നൽകി. നമുക്ക് ആർക്കെങ്കിലും വല്ല ശക്തി ഉണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ? ശക്തിയെക്കുറിച്ചാണ് കേട്ടത്. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന കർത്താവ്
എന്നെ ദൈവമക്കളെ എന്നെ മാത്രമല്ല നമ്മളെല്ലാം ദൈവം അങ്ങനെ എണ്ണിയിട്ടുണ്ട്. ഇന്നലെ കേട്ടു, നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, നീ ഇവിടെ വന്നൊരു കേബിള് കുത്തിയാൽ, ഒരു കസേര എടുത്ത് അങ്ങോട്ട് ഇട്ടാൽ, എനിക്ക് മേലാലും ഞാൻ മേടിക്കുന്നത് രാവിലെ അത് വെച്ച് കുത്തിക്ക് അവിടെ എനിക്ക് പൊങ്ങാൻ പറ്റില്ല, പള്ളക്ക് വേനയായിരുന്നു. ഇവരാരും ലേറ്റ് ആയിട്ടാണ് വന്നത്, ഇന്നൊരു ഇച്ചിരി വൈകിയ വന്നു. ഞാൻ പറഞ്ഞതല്ല, ചെയ്തുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മേലെ നീ ചെയ്യും, കുഞ്ഞുങ്ങളൊക്കെ നേരത്തെ രാവിലെ നേരത്തെ മനുഷ്യരുടെ നേരത്തേക്ക് പോകണം. നിങ്ങൾ വണ്ടിയൊക്കെ എനിക്ക് പോലെ നിങ്ങൾ ഏതായാലും ഞായറാഴ്ച നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങുന്നത് പോരണം, അതിനൊക്കെ വരും. അപ്പം നമ്മളെ ഉച്ച ഉത്സാഹിച്ച് പോകും, നേരത്തെ പോരാ, നമുക്കെല്ലാം ഇവിടെ ചെയ്യും. ഇത്ര പേരുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യമില്ല, നമ്മൾ വിശ്വസ്തന്മാരായി. നീ ഒരു കേബിൾ കുത്തിയാലും ഈ ടേബിൾ എടുത്ത് വെച്ചാലും ഇതിനെല്ലാം ദൈവം മാനിക്കും. അപ്പം അന്ന് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ നീ ഇതുപോലും കുറിച്ച് വെച്ചല്ലോ. ഞാൻ പണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്, വീട്ടിൽ വാഷിംഗ് മെഷീൻ നന്നാക്കാൻ വന്ന ഒരാൾ വെച്ചിട്ട് പോയപ്പോഴത്തെ വാടക സമയത്ത് ഒരു മുട്ടായി കൊടുത്തിട്ട് ആ പുള്ളി മറന്നു പോയിട്ട് തിരിച്ചു വന്ന് എന്നോട് താങ്ക് യു പറഞ്ഞു. നമ്മളാണ് പറയും, ചായ കൊടുത്തതിന് താങ്ക് യു ആദ്യം പറഞ്ഞു, ഇടയ്ക്ക് ചുമ്മാ നിന്നപ്പോൾ ഞാൻ മുട്ടായി ഉണഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു മുട്ടായി കൊടുത്തു. പക്ഷെ അത് പുള്ളി മറന്നുപോയി, താങ്ക് യു പറഞ്ഞില്ല. പുള്ളി വണ്ടിയെ കയറി സ്റ്റാർട്ടാക്കി, അപ്പോൾ ഓർത്തെ മുട്ടായിക്ക് താങ്ക് യു പറഞ്ഞു. ഈ പുള്ളി തിരിച്ചു വന്ന് താങ്ക് യു നമ്മൾ പറയും, നമ്മൾ താങ്ക് യു പറയാൻ പോവാ മുട്ടായി. അതാണ് ഇവര് ഈ പുസ്തകം ആരാണ് അവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിച്ചത്. ഈ ദേശത്തെ മറ്റുള്ളവരെ, നമ്മളെയും ഈ ലോകത്ത് ഇവിടെ താമസിക്കുന്നവർ നമ്മളെയും അവരെ പോലെ ഒരാളായി കാണാൻ പഠിപ്പിച്ച പുസ്തകമായിരുന്നു. ആ ഹ്യൂമൻ റൈറ്റ്സ് ആയിരുന്നു അവരുടെ പിന്തുടരും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മളെ വിശ്വസ്തനെന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന് കൊടുക്കുന്ന എന്ത് കൊടുത്താലും അത് സന്തോഷത്തോടെ കൊടുത്താൽ ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയിട്ട് കർത്താവ് നമുക്കതിനുള്ള പ്രതിഫലം തരും. ഇപ്പം ചിലപ്പോൾ കടമായിട്ട് റോമാലേഖനം 4-4 വാക്യം വായിക്കണം. അവിടെ പറയുന്നത് ഇങ്ങനെ തന്നെ, ഹല്ലേലൂയ, കൃപ അവിടെ തീർന്നു, സ്തോത്രം, ഒന്നിനും മടുത്തു പോകും. ഇവിടെ വരുമ്പോൾ സഭയ്ക്കകത്ത് ചാടിച്ചാടി നമ്മൾ കുരങ്ങന്മാരല്ല, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സന്തോഷം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ചെയ്തു നോക്കി, നിങ്ങൾ അറിയാത്ത ഒരു എനർജി നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വരും. ഒന്ന് ചെയ്തു നോക്കും, പ്രാക്ടീസ് ചെയ്ത് നോക്കി, പ്രാർത്ഥിച്ച് നോക്കി, വിശ്വസിച്ച് ഒന്ന് പറഞ്ഞു നോക്കി. ദൈവപ്രവൃത്തി കാണുമ്പോൾ പിന്നെ പറയാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എക്സ്ട്രാ കാശ് കിട്ടുമ്പം നമ്മൾ നോക്കിയിരിക്കും, അടുത്തതിന് വരാൻ നോക്കിയിരിക്കത്തില്ലേ? എന്തുകൊണ്ടാണ്? ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും നിൽക്കുമ്പം ഇങ്ങനെ നോക്കിയിരിക്കായിരിക്കും. ഒരു കഴിവൻ കാക്കക്കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നവർ 15 പൗണ്ട് കിട്ടുന്നിടത്ത് 40 പൗണ്ടെന്ന് പറയുമ്പം ക്ലിക്കെന്ന് കയ്യിലെന്ന് ഈ സാധനം പർപ്പോസിന്റെ ഏകാന്തത്തിലേക്ക് ചെടി പറഞ്ഞ പോലെ ഇത് പോയതാക്ക് പോകും. നമ്മൾ വിശ്വാസത്തോടെ പറയുന്ന വാക്കുകൾ കർത്താവ് കേൾക്കും. ഇത് കർത്താവ് ഇതൊന്ന് കേൾക്കാൻ നോക്കിയിരിക്കുക. നീ ഒന്ന് പറ, ഞാൻ പ്രവർത്തിക്കാന്നേ. ഹല്ലേലൂയ. പ്രവാചകൻ നീ ഒന്ന് പ്രവചിക്ക്. ഹല്ലേലൂയ. ജീവനില്ലാത്തവരടുത്ത് പോയിട്ട് നീ ഒന്ന് പ്രവചിക്ക്, നീ ഒന്ന് പ്രാർത്ഥിക്ക്. ഞാൻ പ്രവർത്തിച്ചോളാം, നീ പറയുന്നേ. പിശാച് വായടച്ചു. വിശ്വാസം എന്നുള്ളത് നമ്മുടെ വായിൽ നിന്ന് പിശാച് എടുത്ത് ദൂരക്കളയും. ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടാതെ പ്രസംഗിക്കും. ഹല്ലേലൂയ. ഈ ദേശത്ത് അനേകം ജനമുണ്ട്, വിടുവിക്കപ്പെടണം. നിത്യനാശത്തിലേക്കും നിത്യനരകത്തിലേക്കും ദിനംപ്രതി ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആത്മാക്കളുടെ വില ദൈവം നമ്മളോട് ചോദിക്കും. സഭയെ നമ്മളോട് ചോദിക്കും, എന്നോട് നിങ്ങളോട് ചോദിക്കും ദൈവം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആത്മാക്കളുടെ വിടുതലായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് സഭയെ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ പെട്ടകത്തിന്റെ വാതിൽ അടച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല. ഹല്ലേലൂയ. കുറെ പേർ രക്ഷിക്കപ്പെട്ടവർ, അവന്റെ വരവിന് വേണ്ടി കാത്തിരുന്നവർ കുറെ പേർ ലോകത്തിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് വീട്ടിൽ പോയി വെളിപ്പാട് ദിവസം വായിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ഭയത്തോടെ നമ്മൾ ജീവിക്കണം. ഈ രക്ഷയുടെ സന്തോഷവും അനുദിനം പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവിന്റെ പേരിൽ നമ്മൾക്ക് വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവടുക്കുമ്പോൾ നാളെടുക്കുന്തോറും നമ്മുടെ സ്നേഹവും പ്രത്യാശയും വിശ്വാസവും എല്ലാം വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവ് നമ്മളെ അതിനായി സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ്